ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 58. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 ഭാഗം വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കാഴ്ച പ്രവാചകൻ കാണുകയാണ്. നോക്കൂ, അവിടെ ആത്മീയ നിഗളം ബാധിച്ച ഉസിയ രാജാവ് പൗരോത്യ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ചതുകൊണ്ട് കുഷ്ഠരോഗിയായി തീർന്നു. നിഗളിയായ ആ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് മനോഹരമായ ഈ ദിവ്യദർശനം ലഭിച്ചതെന്ന് ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. നോക്കൂ, 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ ദൈവത്തെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ ഉസിയമാർ പല സ്ഥാനങ്ങളിലും ഇന്നും വിരാജിക്കുന്നുണ്ട്. അവർ അവിടെ നിന്നും മാറിയാലേ അവിടെ ദൈവനാമം മഹിമപ്പെടൂ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കണ്ട യെശയ്യാവ് താൻ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ തൻ്റെ യഥാർത്ഥ രൂപം തനിക്ക് ബോധ്യപ്പെടുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ മറ്റുള്ളവരെ നോക്കി 6 പ്രാവശ്യം നിങ്ങൾക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞ ഈ പ്രവാചകൻ ഇപ്പോൾ തന്നിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് എനിക്കയ്യോ കഷ്ടം എന്നാണ്. അതെ, ദൈവിക ദർശനം ലഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ പറയാൻ കഴിയുകയെന്നുള്ളൂ എന്നുള്ളൊരു പ്രബോധനം ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നുണ്ട്. നോക്കൂ, ഈ 6-ാം അധ്യായത്തിൻ്റെ 2, 6, 7 വാക്യങ്ങളിൽ ഇവിടെ ഈ ദൂതന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സാറാഫുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ഇവിടെ മാത്രമാണ് ഈ പ്രത്യേക പേര് സൂചിപ്പിച്ച് കാണുന്നുള്ളൂ. പ്രവാചകൻ തൻ്റെ പാപം സമ്മതിച്ച് ഏറ്റുപറഞ്ഞതിനാൽ യാഗപീഠത്തിലെ കനൽ കൊണ്ട് അവനെ ശുദ്ധീകരിക്കുകയും അവനെ പുതിയ ശുശ്രൂഷ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. നോക്കൂ, നാമും ഈ ദൈവിക വിശുദ്ധിയുടെ ദർശനമുള്ളവരായി നമ്മുടെ പാപത്തെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ ലഭിച്ചവരായി ഈ പ്രവാചകനെപ്പോലെ യെശയ്യാവിനെപ്പോലെ ദൈവിക ശുശ്രൂഷയ്ക്കുള്ള പുതിയ ദൗത്യം ഏറ്റെടുക്കണമെന്നുകൂടി ഇവിടെ ഈ പ്രബോധനം നമുക്ക് നൽകുന്നു. ഈ സാറാഫുകളുടെ ജോലി സൗമ്യതയോടും ശാന്തതയോടും വിനയത്തോടും ഭക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. ഇവർ പൂർണ്ണ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. തുടർന്ന് 4-ാമത്തേത് പ്രധാന ദൂതന്മാരെക്കുറിച്ചാണ്. തോബിത്ത് എന്നൊരു പുസ്തകത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഉറിയേൽ എന്നൊരു ദൂതനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദൂതൻ ദൈവിക ജ്ഞാനവും വെളിപ്പാടുകളും നൽകുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ റാഫേൽ എന്നൊരു ദൂതനെക്കുറിച്ച് പറയുന്നുണ്ട്, രോഗശാന്തിയും യാത്രയുടെ രക്ഷകനും എന്ന നിലയിലും. എന്നാൽ ഇവ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോക്രിഫ പുസ്തകത്തിലാണ് അക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രധാന ദൂതന്മാരുടെ ഗണത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഓരോ ഗണത്തിലുള്ള ദൂതന്മാർക്ക് ദൈവം ഓരോരോ ശുശ്രൂഷകളാണ് നൽകിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. മിഖായേലിനെ പ്രധാന ദൂതൻ എന്നാണ് യൂദ 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മഹാപ്രഭു എന്നും പ്രധാന പ്രഭുക്കന്മാർ ഒരുത്തനെന്നും ദാനിയേലിൻ്റെ പുസ്തകം 12-1, 10-13 വിശേഷിപ്പിച്ചിട്ടുണ്ട്. മിഖായേലാണ് പ്രധാന ദൂതനെങ്കിലും മറ്റ് പ്രധാന ദൂതന്മാരും സ്വർഗത്തിൽ കാണുന്നുണ്ട്. നോക്കൂ, വെളിപ്പാട് 12-7, ദാനിയേൽ 10-13, 1 തിമോത്തി 5-21, ദാനിയേൽ 8-16. ദൗത്യ നിർവഹണത്തിൽ ഗബ്രിയേൽ ഒരു പ്രധാന ദൂതനെന്ന് കാണിക്കുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം 9-21, ലൂക്കോസ് 1-19-26 എന്നീ വാക്യങ്ങളിലും. ഇങ്ങനെ ഗബ്രിയേൽ ദൈവിക വാഗ്ദാനങ്ങളുടെ കാര്യവിചാരകനായിരിക്കുമ്പോൾ ദൈവിക സൈന്യത്തിൻ്റെ കാര്യവിചാരകനാണ് മിഖായേലെന്ന് നാം കാണുന്നു. ഇങ്ങനെ വിശുദ്ധ ദൂതഗണത്തിൽ അവിടെ പ്രവർത്തനങ്ങളനുസരിച്ച് 4 നാം കാണുന്നല്ലോ. സാധാരണ ദൂതന്മാരെക്കുറിച്ച് കേട്ടു, കെരൂബുകളും സാറാഫുകളും പ്രധാന ദൂതന്മാരെക്കുറിച്ചും നാം കേട്ടുകഴിഞ്ഞു. തുടർന്ന് 2-ാമത്തെ
കൂട്ടരായ പാപം ചെയ്ത ദൂതന്മാരെക്കുറിച്ച് നമുക്ക് നോക്കാം. അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.